ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്വകാര്യ രഹസ്യം പരസ്യമാക്കാമോ ജോയ്സേ? നമുക്കറിയാവുന്ന സ്വകാര്യ രഹസ്യങ്ങൾ പരസ്യമാക്കാമോ ജോയ്സേ? വൈദിക യോഗത്തില് പാമ്പ്ളാനി പിതാവ് പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് അദ്ദേഹത്തിന്റെ ടോണിൽ തന്നെ ഞാൻ പറഞ്ഞതാണിത്. ദുഷ്ടലാക്കോടെ, അതായത് സ്വഭാവദൂഷ്യം ആരോപിച്ച്, ഇല്ലാത്ത സ്വഭാവദൂഷ്യം ആരോപിച്ച് ആ പേരും പറഞ്ഞ് അനുസരിക്കേണ്ടതില്ല എന്ന് വരുത്തി തീർക്കാൻ ജോയ്സ് കൈതക്കോട്ടിലച്ചൻ വൈദിക യോഗത്തിൽ, അതും അനധികൃതമായി കൂടിയ വൈദിക യോഗത്തിൽ ഉന്നയിച്ചൊരു ആരോപണം, ആ ആരോപണം ശരിവെച്ചുകൊണ്ട് പാമ്പ്ളാനി പിതാവ് പറഞ്ഞതാണ്, നമുക്ക് സ്വകാര്യമായി അറിയാവുന്ന രഹസ്യം പരസ്യമാക്കാമോ ജോയ്സേ? അങ്ങനെ ചെയ്ത പാമ്പ്ളാനി പിതാവ് പള്ളിക്കുറ്റം ചെയ്തിരിക്കുന്നു. ഏതൊക്കെ കാനുള്ളയാണെന്ന് ഞാൻ വഴിയെ പറയാം. അതിനാൽ പാമ്പ്ളാനിയെ മെത്രാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം. പാമ്പ്ളാനിയെ മെത്രാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം. പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ ക്ലൗദിയോ ഗുഗുരോത്തി പിതാവിനെതിരെ ദുഷ്ടലാക്കോടെ സ്വഭാവദൂഷ്യം ആരോപിച്ച ഫാദർ ജോയ്സ് കൈതക്കോട്ടിലിനെ തിരുത്തുന്നതിന് പകരം, അങ്ങനെ പറയാൻ പാടില്ലെന്ന് തിരുത്തുന്നതിന് പകരം പാമ്പ്ളാനി പിതാവ് നിഗൂഢമായ ഒരു ചിരിയോടെ ചോദിച്ചു, നമുക്ക് പ്രൈവറ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇങ്ങനെ പരസ്യമായി പറയാമോ ജോയ്സേ? നമുക്ക് പ്രൈവറ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇങ്ങനെ പരസ്യമായി പറയാമോ ജോയ്സേ? നമുക്ക് പ്രൈവറ്റായി അറിയാവുന്ന കാര്യം, അതായത് ഈ ഗുഗുരോത്തി പിതാവിനെതിരെ, ക്ലൗദിയോ ഗുഗുരോത്തി പിതാവിനെതിരെ സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ജോയ്സ് കൈതക്കോട്ടിലച്ചൻ മാത്രമല്ല, പാമ്പ്ളാനി പിതാവ് കൂടിയാണ്. ഇങ്ങനെ പറഞ്ഞതിലൂടെ പാമ്പ്ളാനി പിതാവ് വളരെ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന്, പരിശുദ്ധ സിംഹാസനത്തിനെതിരെ കത്തോലിക്ക സഭയുടെ വൈദികരുടെ ഒരു യോഗത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആ വൈദികനെ, ജോയ്സിനെ, അധ്യക്ഷ വേദിയിലിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് തടഞ്ഞില്ല, വിലക്കിയില്ല. അങ്ങനെ സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാനായ പാമ്പ്ളാനി പിതാവും കുറ്റകരമായ അനാസ്ഥയിലൂടെ തെറ്റ് ചെയ്തിരിക്കുന്നു. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരി മെത്രാൻ പാമ്പ്ളാനി പിതാവും. ദുഷ്ടലാക്കോടെ ദുരാരോപണം ഉന്നയിച്ച ഒരു വൈദികനെ തടഞ്ഞില്ല. വളരെ ഗൗരവമായ ഒരു കാര്യം കൂടിയുണ്ട്. ആ യോഗം അത് അനധികൃതമാണ്. ഇനി അനധികൃതമല്ലെന്ന് കരുതുക, അങ്ങനെയാണെങ്കിലും ഒരു രൂപതയുടെ പള്ളിയിലെ വൈദികരുടെ യോഗത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ എതിരെയുള്ള കാര്യം ചർച്ച ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഉണ്ടോ? ഇവരിന് അതേ യോഗത്തിൽ തന്നെയല്ലേ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു, മാർപ്പാപ്പയ്ക്കും ഇതുപോലെ സ്വഭാവദൂഷ്യം പറഞ്ഞാലോ? അവർക്ക് അത് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടോ? പാർലമെന്റ് ചെയ്യേണ്ട കാര്യം നിയമസഭയും, നിയമസഭ ചെയ്യേണ്ട കാര്യം പാർലമെന്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഓരോരുത്തരെയും ഇടവക യോഗത്തിൽ മാർപ്പാപ്പയ്ക്കെതിരെ കുറ്റം അങ്ങനെ ചർച്ച ചെയ്യാനുള്ള വേദിയാണോ അത്? ഓരോ യോഗത്തിനും അല്ലെങ്കിൽ സമിതിക്കും അതിൻ്റെതായ പരിധികളും പരിമിതികളും ഇല്ലേ? പ്രധാനമന്ത്രിക്കെതിരെ സ്വഭാവദൂഷ്യം ചർച്ച ചെയ്യാനുള്ള വേദിയാണോ പഞ്ചായത്ത് ഓഫീസ്? അങ്ങനെ ചെന്നാൽ പഞ്ചായത്ത് തന്നെ പിരിച്ചുവിടില്ലേ? ഈ വൈദികരുടെ യോഗം അനധികൃതമാണ്. ആ അനധികൃത യോഗത്തിൽ ചെന്നിരുന്നത് തന്നെ തെറ്റ്. എന്നിട്ട് ചർച്ച ചെയ്യുന്നത് ആ യോഗത്തിന് സമിതിക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അജണ്ടയിലുള്ള സംഗതിയല്ല. ഇനി എന്താണ് ദുഷ്ടലാക്ക്? ഈ പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ സ്വഭാവദൂഷ്യമുള്ളവനാണെന്ന് ആരോപിച്ചാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് വരുത്തി തീർക്കാം. അതാണ് ലക്ഷ്യമായിരുന്നത്. മൂന്നാമതൊരു പ്രശ്നമുണ്ട്, 3-4. ഈ ജോയ്സ് കൈതക്കോട്ടിലെ ആരോപണത്തെ പരസ്യമായി ഈ വൈദികരുടെ യോഗത്തിൽ ശരിവെക്കുകയാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തത്. നമുക്ക് സ്വകാര്യമായി അറിയാവുന്ന കാര്യം പരസ്യമായി പറയാമോ ജോയ്സ് എന്ന് ചോദിച്ചത്. നമുക്ക് സ്വകാര്യമായി അറിയാമെന്ന് ഈ പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവന്റെ സ്വഭാവദൂഷ്യം പാമ്പ്ളാനി പിതാവിന് എങ്ങനെ അറിയാം? ഞാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കുറച്ചധികം വിശദാംശങ്ങളുണ്ട്.
അതൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ പറ്റും നോക്കട്ടെ. ഇങ്ങനെ മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ പരിചിത സിംഹാസനത്തിനും പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനുമെതിരെ ഗൗരവമായ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും. ഈ അച്ഛനെ വിലക്കുകയോ തിരുത്തുകയോ താക്കീത് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ആ ദുഷ്ടലാക്കോടെയുള്ള ദുരാരോപണത്തെ സമ്മതിച്ചിരിക്കുന്നു, ശരിവെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് അങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു തലവന്റെ കൽപ്പന അനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടണേ സീറോ മലബാർ സഭയെ കാണണേ. സഭയിലെ യഥാർത്ഥ അധികാരികൾക്കെതിരെ ഉപജാപം, വൈരാഗ്യം തുടങ്ങിയവ ആരോപിച്ച് ആ ധിക്കാരം ആളിക്കത്തിക്കുകയും വിശ്വാസികൾ അനുസരിക്കേണ്ടതില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന ശിക്ഷ വരെ കൊടുത്ത് അവരെ ശിക്ഷിക്കണമെന്നാണ് CCEO പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം 1447 പറയുന്നത്. എന്ന് ആവർത്തിക്കുക, സഭയുടെ യഥാർത്ഥ അധികാരികൾക്കെതിരെ ഉപജാപം, വൈരാഗ്യം എന്നിവ ആരോപിച്ച് അതെല്ലാം ആളിക്കത്തിച്ച് വിശ്വാസികൾ അവരനുസരിക്കേണ്ടതില്ലെന്ന് പഠിപ്പിക്കുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന ശിക്ഷ വരെ കൊടുത്ത് ശിക്ഷിക്കണം. തട്ടിൽ പിതാവിനെയും പാമ്പളാനി പിതാവിനെയും ജോയ്സ് കൈതക്കൊട്ടിലിനെയും അവ അംഗീകരിച്ചവരെയും സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിൽ പുറത്താക്കുക എന്ന ശിക്ഷ വരെ കൊടുക്കണം. കാനോണിലാണ് ഞാൻ പറയുന്നത്. മാർപ്പാപ്പയ്ക്കെതിരെയോ പാത്രിയാർക്കസിനെതിരെയൊക്കെ ആണെങ്കിൽ ശിക്ഷ കുറെ കൂടി കഠിനമാക്കണമെന്നാണ്. അവർക്ക് ഒരു കൂതാശം കൊടുക്കാൻ പാടില്ല. മറ്റൊരാളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ ദുരാരോപണം ഉന്നയിക്കുന്നവരെയും ശിക്ഷിക്കണം. കാനോൺ നിയമം 1452. ഇനിയും ഒരുപാട് കാനോണ കോട്ട് ചെയ്യാം. സീറോ മലബാർ സഭയിലെ മറ്റ് മെത്രാന്മാരെ, പെർമനന്റ് സിനഡിലെ മറ്റ് മെത്രാന്മാരെ, നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിൽ നിന്ന്, ആ കൂരി അംഗങ്ങളൊക്കെ മീറ്റിംഗിലുണ്ടായിരുന്നു, അവര് നേർസാക്ഷ്യം നൽകും, ദൃക്സാക്ഷികളാണ്. അവരിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് വാങ്ങുകയും നിങ്ങളുടെ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളും കുറ്റക്കാരാകും. ഈ പറഞ്ഞ കാനോൻ നിയമമൊക്കെ നിങ്ങൾക്കെതിരാകും. സഭാമക്കളായ ഞങ്ങളുടേതായ ചെറിയ തോതിൽ, നിങ്ങളെ പോലെ പദവിയും പണവും ഒന്നും ഞങ്ങൾക്കില്ല, ഔദ്യോഗികമായിട്ടുള്ള സംഗതികളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഈ സീറോ മലബാർ സഭയിലെ നിയമഭാഷ ഉണ്ടാകാനും അവിടെ അച്ചടക്കം ഉണ്ടാകാനും ഞങ്ങളുടേതായ തരത്തിൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മാർപ്പാപ്പയ്ക്കെതിരെയും പരിശുദ്ധ സിംഹാസനത്തിനെതിരെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായ ക്ലൗദിയ പിതാവിനെതിരെയും ഇങ്ങനെ സ്വഭാവദൂഷം ആരോപിച്ച ഒരു സംഗതി അത് അംഗീകരിച്ച പാമ്പളാനി പിതാവിനെയും തട്ടിൽ പിതാവിനെയും പുറത്താക്കാൻ, സഭയിൽ നിന്ന് പുറത്താക്കാൻ, മെത്രസന്റെ പുറത്താക്കാൻ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കെതിരെയും നിങ്ങൾ ഇതിനെ അനുകൂലിച്ചു എന്നുള്ള തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജഗണത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. ഈ പൈശാചിക ശക്തികൾക്ക് കൂട്ടുനിൽക്കുന്ന സഭാ നേതൃത്വത്തിനെതിരെ ഞങ്ങൾ പരിശുദ്ധ റൂഹായുടെ തുണയിൽ ആത്മീയ പോരാട്ടം, ആത്മീയ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇനി പുറകോട്ടൊരു പോക്കില്ല. ഇതിൽ കൂടുതൽ നശിക്കാനില്ല ഒരു സഭ. എന്നിട്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ നടപടി എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളവനല്ല ഞങ്ങൾ. ആഗ്രഹിച്ചിട്ടുള്ള ഞാനുമല്ല, ആരുമല്ല. സഭയിലുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പരിധി പോലുമില്ലാതെ, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇത്രമാത്രം അഴിമതിക്ക് മേലെ അഴിമതി, കുറ്റകൃത്യത്തിന് മേലെ കുറ്റകൃത്യത്തെ ചോദ്യം ചെയ്യുന്ന കോടതിയെ പിരിച്ചുവിടുക, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. ഇനി അത് അനുവദിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ ആ വഴികളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ തനിച്ചല്ല. സീറോ മലബാർ സഭയിലെ ഈ സഭയെ സ്നേഹിക്കുന്ന സകല സഭാ മക്കളും എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ഓർത്തോളൂ, ഇത് മാണിപ്പറമ്പിലച്ചൻ തനിച്ച് നടക്കുന്ന ഒരു യുദ്ധമൊന്നുമല്ല. എൻ്റെ കൂടെ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന സകല സഭാ മക്കളുമുണ്ട്. ഏതാനും ഈ വിമത വൈദികരും അവരുടെ കൂടെ നിൽക്കുന്ന ഏതാനും പേരും
പിന്നെ കുറച്ച് പേര് അറിവില്ലായ്മ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർ കൂടി ഉണ്ടാകാം. അല്ലാത്ത സകല സുറിയാനി സഭാ മക്കളും അവരുടെ വികാരമാണ് ഞാൻ പറയുന്നത്. അവരെല്ലാവരുടെയും കൂടെ നിന്നിട്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നടപടികൾ എടുത്താൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയില്ല, ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്. എങ്കിലേ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാകൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.